പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്ന ബൈബിളിലെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ ജ്ഞാനം, പ്രഭാഷകൻ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗൻ, സങ്കീർത്തനങ്ങൾ, ഈ പുസ്തകങ്ങളായിരുന്നു. അതിൻ്റെ അകത്തും ചില പ്രത്യേക അധ്യായങ്ങൾ എന്നെ കൂടെ വായിപ്പിക്കുമായിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ വെളുപ്പിന് 3 മണിക്ക് മിക്ക ദിവസങ്ങളിലും 3 മണിക്ക് പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ 3, 3:30 അല്ലെങ്കിൽ 4 മണി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ 5 വർഷക്കാലം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. അപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ബൈബിൾ ഭാഗങ്ങൾ വായിക്കുവാനും ഈ പ്രാർത്ഥനകൾ ചെല്ലുവാനൊക്കെയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലം. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനകളൊന്നും എന്നെ സംബന്ധിച്ച് ഇതൊരു മനുഷ്യൻ പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതൊന്നുമല്ല. ഒരു ആത്മീയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക